ഹായ് കുഞ്ഞു കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഥ പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ. ഒരു സ്ഥലത്ത് കുറുക്കനും ഒരു ആമയും ഒരു തോടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തോട്ടിലൂടെ നിറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമയും ഈ കുറുക്കനും ഈ തോടിൻ്റെ വക്കിയിട്ട് ഇങ്ങനെ വന്നത്. നമുക്ക് മീൻ പിടിച്ചാലോ, നല്ല വിശപ്പുണ്ട്, മീൻ കിട്ടുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കുറുക്കനും ആമയും തോടിൻ്റെ വക്കത്ത് ഇങ്ങനെ വന്ന് അവിടെ നോക്കിയിരിക്കുക. അതായത് തോട്ടിക്കട നിറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കണം. ഏതെങ്കിലും മീനുകളിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ചാടി പിടിക്കാമെന്ന് ഓർത്ത് അവർ കാത്തിരിക്കുക. പക്ഷെ എന്തായി, കുറേ നേരം അവർ നോക്കിയിരുന്നു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോട്ടിലൂടെ ഒരു വാഴക്കുഞ്ഞൊക്കെ പറയില്ലേ, അതുപോലെ ഒരു വലിയ വാഴ ഇങ്ങനെ ഒഴുകി വരിക. ആ വാഴ ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ കുറുക്കനും ഈ ആമയും തീരുമാനിച്ചു, നമുക്ക് ആ ഒഴുകി വരുന്ന വാഴയില്ലേ, നമുക്ക് ആ വാഴേനെ പിടിച്ച് കരക്ക് കയറ്റിയാലോ, അത് നമുക്ക് മുറിച്ച് എന്തെങ്കിലും തിന്നാം, നല്ല വിശപ്പുണ്ട്. കുറുക്കനും ആമയും പറഞ്ഞു ശരി. അപ്പം രണ്ടുപേരും സമ്മതിച്ചു, നമുക്ക് അത് കരക്ക് കയറ്റാം. അപ്പം അങ്ങനെ അവർ തോട്ടിയിട്ട് ചാടി ആ വാഴേനെ വലിച്ച് ഈ വാഴ കരക്ക് കയറ്റി വെച്ചു. കുറുക്കൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് തലഭാഗം വേണം എന്ന് പറഞ്ഞു. ആമ എന്ത് പറഞ്ഞു, എങ്കിൽ എനിക്ക് കടഭാഗം മതി എന്നും പറഞ്ഞു. ശരി. അങ്ങനെ രണ്ടുപേരും ഒരു വാക്കാത്തി അവർ സംഘടിപ്പിച്ച് എന്ത് ചെയ്തു, ഈ വാഴ രണ്ടായിട്ട് മുറിച്ചു. നീളത്തിൽ കിടക്കുന്ന വാഴയാണ്. ആ വാഴ നടുവെ രണ്ടായിട്ട് മുറിച്ചു. ഒരു ഭാഗം തലഭാഗവും ഒരു ഭാഗം കടഭാഗവും ആയി. കുറുക്കൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഈ തലഭാഗം മതി എന്ന് പറഞ്ഞു. ആമ എന്ത് പറഞ്ഞു, എങ്കിൽ എനിക്ക് കടഭാഗം മതി എന്നും പറഞ്ഞു നമുക്കിപ്പോൾ തിന്നണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നട്ട് നോക്കാം എന്ന് ആമ പറഞ്ഞു. അപ്പോൾ കുറുക്കനും ശരി സമ്മതിച്ചു. അപ്പം തലഭാഗം കുറുക്കൻ വീട്ടിയിട്ട് കൊണ്ടുപോയി, കടഭാഗം ആമയെ വീട്ടിയിട്ട് കൊണ്ടുവന്നു. കുറുക്കൻ വീട്ടിൽ ചെന്നപ്പോൾ ഈ തലഭാഗം നട്ടു, വളരും എന്ന് ഓർത്ത്. ആമ എന്ത് ചെയ്തു, ഈ ആമ കടഭാഗം കൊണ്ടുവന്ന് ആമ വീട്ടിൽ നട്ടു. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവർ പരസ്പരം വീണ്ടും കണ്ടുമുട്ടി. കുറുക്കൻ എന്ത് പറഞ്ഞു, എൻ്റെ വീട്ടിലെ വാഴ മൊത്തം കരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അമ്മയുടെ വീട്ടിൽ നട്ട വാഴ മുളച്ച് വലുതായിട്ട് വന്നു. 10 മാസമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അമ്മയുടെ വീട്ടിലെ വാഴ വളർന്ന് വലുതായി, കൊലയുണ്ടായി, വാഴയ്ക്ക മൂത്ത് പഴുത്തു. അമ്മയുടെ വീട്ടിലെ കുറുക്കൻ്റെ വീട്ടിലെ വാഴ എന്തായി, ഉണങ്ങി കരിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുറുക്കൻ ആമയുടെ വീട്ടിൽ ഒരു ദിവസം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആമ പഴം തിന്നുകൊണ്ടിരിക്കുന്നു. കുറുക്കന് സഹിച്ചില്ല, എനിക്ക് ഒരെണ്ണം തരുമോയെന്ന് ചോദിച്ചു. ഒരൊറ്റ പഴവും കൊടുത്തില്ല. അപ്പോൾ ഈ ആമ മൊത്തം പഴം തിന്ന്, ബാക്കി ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരെണ്ണം കൊതി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ കുറുക്കന് കൊടുത്തു. ഈ കുറുക്കനത് മനസ്സിലായില്ല. എന്നിട്ട് ഈ കുറുക്കനത് മേടിച്ച് തിന്ന് കുറുക്കനും കുറുക്കൻ്റെ വീട്ടിയിട്ട് പോയി. വാഴ നട്ടിട്ട് ആർക്കാണ് നേട്ടം ഉണ്ടായത്? അതിൽ നേട്ടം ഉണ്ടായത് കുറുക്കനാണോ ആമയ്ക്കാണോ നേട്ടം ഉണ്ടായത്? ആമയ്ക്കാണ് നേട്ടം ഉണ്ടായത്, കുറുക്കന് ഒരു നേട്ടവും ഉണ്ടായില്ല. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ പുതിയൊരു കഥയുമായി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നേക്ക് ബൈ.